സ്ഥാനാർത്ഥി എന്ന നിലയിൽ ദീർഘമായ ഒരു വോട്ടഭ്യർത്ഥന പ്രസംഗത്തിലേക്ക് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനോടകം തന്നെ നമ്മുടെ നാട് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ കാര്യങ്ങളെല്ലാം ആവർത്തിക്കേണ്ട സാഹചര്യവുമില്ല. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട്, എൻ്റെ നാട്ടുകാരോട് എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. മുഖ്യമന്ത്രിയും അക്കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട് മഹത്തായ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതെങ്കിലും ഒരു ചരിത്രകാരൻ കേരളത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ കേരളത്തിൻ്റെ സുവർണകാലം എന്ന് ഏതെങ്കിലും ഒരു കാലത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പോയ 9 വർഷങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഷ്ട്രീയമായി നമ്മെ എതിർക്കുന്നവർ, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് വിയോജിക്കുന്നവർ, പക്ഷേ അവർ പോലും ഈ മാറ്റങ്ങളെ സ്വീകരിക്കുന്നവരാണ് എന്ന കാര്യവും നിസ്തർക്കമാണ്. ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്കും അനുഭവവേദ്യമായ വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഓരോന്നായി നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോൾ കേരളത്തിൽ പവർ കട്ടില്ല. ഒരു ചെറിയ കാര്യമല്ല. UDF ഗവൺമെന്റിന്റെ ഒടുവിലത്തെ കാലം 1 മണിക്കൂറായിരുന്നു പവർ കട്ട്. പുറമെ അപ്രഖ്യാപിത കട്ട് എന്ന നിലയിൽ ഏതു സമയത്തും വൈദ്യുതി പോകും. പിന്നെ നീണ്ട കാത്തിരിപ്പാണ്. ഓരോ വീടുകളിലും മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കുമായി കാത്തിരുന്ന ഒരു കാലം. എത്ര പെട്ടെന്നാണ് ആ കാലം പോയി മറഞ്ഞത്. ഇന്നതൊരു പഴയ ഓർമ്മ മാത്രമാണ്. പവർ കട്ടില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കി നമ്മുടെ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ നമ്മുടെ നാട് വിസ്മയിപ്പിക്കുകയാണ്. ഇവിടെ ചുങ്കത്തറയിൽ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. അവരോടൊന്നും വ്യക്തിപരമായി നമുക്കൊരു വിദ്വേഷമോ വിരോധമോ ഇല്ല. എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അവർ ഉയർത്തിപ്പിടിക്കുന്നുവെന്നേയുള്ളൂ. ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്, കോൺഗ്രസ് ആയി എന്ന കാരണം കൊണ്ട് ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങളെ ഒന്നും അവരെതിർക്കില്ല. ആ മാറ്റങ്ങളെ അവരും സ്വീകരിക്കും, അവരും അംഗീകരിക്കും. ഉദാഹരണത്തിന്, ഈ ചുങ്കത്തറയിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസ് ആയി എന്ന കാരണം കൊണ്ട് UDFന്റെ ഭരണകാലത്തേതുപോലെ പവർ കട്ട് തിരികെ വരണം എന്നാഗ്രഹിക്കുമോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുമോ? ഇല്ല. രാഷ്ട്രീയമൊക്കെ വേറെ, ആ വിയോജിപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ മഹത്തായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ അവരും ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, അവരും അത് ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. അത് തുടരണം എന്നുള്ളിൻ്റെ ഉള്ളിൽ അവരാഗ്രഹിക്കുന്നു. ഒരു മലയാളിയും പവർ കട്ട് വേണം എന്നാഗ്രഹിക്കില്ല. നമ്മുടെ പള്ളിക്കൂടങ്ങളിലുണ്ടായ മാറ്റം, എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായി. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കയ്യിൽ. നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ഇങ്ങനെയൊരു കാലം വരുമെന്ന്? പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടാതെ കുട്ടികൾ തെരുവിലിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നില്ലേ? വിദ്യാഭ്യാസ രംഗം പ്രക്ഷുബ്ധമായ കാലം. പാഠപുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്യാനാവാതെ നിസ്സഹായനായ അന്നത്തെ മന്ത്രി പറഞ്ഞ ന്യായം നിങ്ങളുടെ മനസ്സിലില്ലേ? ഞാനതിപ്പോ ആവർത്തിക്കുന്നില്ല. ആ കേരളമാണ് സ്കൂള് തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം വിതരണം ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് മാതൃക കാണിച്ചത്. കോൺഗ്രസുകാരനാണ് എന്നതുകൊണ്ട് UDFന്റെ ഭരണകാലത്തേതുപോലെ പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടരുതേ എന്നാരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. അങ്ങനെയൊന്നും UDFകാർ ആഗ്രഹിക്കില്ല, കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കില്ല. ഈ മാറ്റങ്ങൾ തുടരണമെന്നേ ആഗ്രഹിക്കൂ. ക്ഷേമ പെൻഷനുകൾ മുടങ്ങണമെന്നോ ലൈഫ് ഭവന പദ്ധതി പോലെ ഒരു ഭവന പദ്ധതി ഉണ്ടാകരുതെന്നോ ആരും ആഗ്രഹിക്കില്ല. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് നാടാകെ നല്ല മാറ്റങ്ങളെ സ്വീകരിക്കും, അംഗീകരിക്കും. രാഷ്ട്രീയമായി ചില വിയോജിപ്പുകളോ എതിർപ്പുകളോ ഉണ്ടാവും, അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അതങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട് ആർജിച്ച മഹത്തായ നേട്ടങ്ങൾ, വലിയ മാറ്റങ്ങൾ, ആ നേട്ടങ്ങളും മാറ്റങ്ങളും ഇടയ്ക്ക് വെച്ച് പാതി വഴിയിൽ വെച്ച് വീണു പോകരുത്, നിന്നു പോകരുത് എന്ന് നാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടരണമെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കണം. ഇടതുപക്ഷം കരുത്താർജിക്കുമ്പോഴാണ് നാടിൻ്റെ നന്മകൾക്ക് തുടർച്ചയുണ്ടാവുക. നമ്മുടെ
ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവുക, മാറ്റങ്ങളുടെ ഭാഗമായ നേട്ടങ്ങൾ ഉണ്ടാവുക.